ഈശോ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. അന്ധനായ ഒരു യാചകൻ, തിമോസിൻ്റെ പുത്രനായ ബർത്തമ്യൂസ്, യേശുവിനോട് തനിക്ക് കാഴ്ച കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്ന രംഗമാണ് സുവിശേഷത്തിൽ നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ഇപ്പോൾ ഈ സുവിശേഷ ഭാഗത്തിൽ ചില മനുഷ്യരെ നമുക്ക് ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. അതായത് യേശുനാഥൻ ജെറൂക്ക വിട്ട് പോകുമ്പോൾ കുറേയേറെ ആളുകൾ യേശുവിൻ്റെ കൂടെയുണ്ട്. അവൻ ഒരു വലിയ ജനാവലിയോട് കൂടെയാണ് ജെറീക്ക വിട്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ അന്ധനായ യാചകൻ ബർത്തമ്യൂസ് കാഴ്ച കിട്ടുന്നതിന് വേണ്ടി എന്നിൽ കനിയണമേ ദാവീദിൻ്റെ പുത്ര എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ഈ നിലവിളി കേട്ട ഉടനെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനം അവനെ ശകാരിക്കുകയാണ്. നീ മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് അവനെ തടയുകയാണ്. വീണ്ടും ഉച്ചത്തിൽ ഈ യാചകൻ വിളിക്കുമ്പോൾ യേശുനാഥൻ വിളി കേൾക്കുകയും അവൻ്റെ ചുറ്റുമുണ്ടായിരുന്നവരോട് അവനെ ഇങ്ങോട്ട് വിളിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അവർ അവനെ വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ അവനോട് പറയുന്നു, ധൈര്യമായിരിക്കുക, യേശു നിന്നെ വിളിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. ഇത് രണ്ടും ചെയ്യുന്നത് യേശുവിൻ്റെ കൂടെ നടന്ന ജനാവലിയാണ്. ഇതിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ വിളിക്കുമ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം അവൻ വിളി കേട്ടില്ല എന്നല്ല, ഒരു വിളിയോടുകൂടി നമ്മൾ നിർത്തരുത് ക്രിസ്തുവിനോട്. ആ വിളി പ്രാർത്ഥനയാണ്, ഉള്ളിൻ്റെ ഗദ്ഗതമാണ്, രക്ഷകനോടുള്ള യാചനയാണ്. അപ്പോൾ അത് ഞാൻ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, ദൈവം വിളി കേട്ടില്ല എന്ന് പറഞ്ഞ് നിർത്താതെ ബർത്തിമൂസിനെ പോലെ ആവർത്തിക്കാൻ, പ്രാർത്ഥനകൾ ആവർത്തിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമുക്കവിടെ അത്ഭുതം കാണാൻ സാധിക്കും. എന്താണ് യഥാർത്ഥ അത്ഭുതം? ഈ കാഴ്ച തിരിച്ചു കിട്ടുന്നതിനേക്കാൾ വലിയൊരു അത്ഭുതം നടക്കുന്നുണ്ട്. ഇവനെ ശകാരിച്ച വ്യക്തികൾ തന്നെ അവനെ സഹായിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റിലും ജീവിതയാത്രകളിൽ ഒത്തിരി പേര് നമ്മളെ ചിലപ്പോൾ ശകാരിക്കുന്നൊക്കെ ഉണ്ടായിരിക്കാം. നമുക്ക് തന്നെ സങ്കടമായിരിക്കും. നമ്മൾ കൂടുതൽ സ്നേഹിച്ചവരൊക്കെ നമ്മളെ ദുഃഖിപ്പിക്കും. പക്ഷേ ക്രിസ്തു അവരിലൂടെ തന്നെ നമുക്ക് നന്മകൾ ഉണ്ടാക്കാൻ കഴിവുള്ളവനാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഇനി അതേസമയം നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്ത് അനേകം ആളുകൾക്ക് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തേണ്ടതായ ആവശ്യമുണ്ട്. നമ്മളാകട്ടെ ക്രിസ്തുവിനോടൊപ്പം നടക്കുന്ന ജനാവലിയാണ്. എന്നിട്ടും അവരെ ശകാരിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറുന്നുണ്ടോ എന്നും കൂടെ ചിന്തിക്കണം. യേശുനാഥൻ ആഗ്രഹിക്കുന്നത് അവരെ ശകാരിക്കുന്ന മനുഷ്യരാകാനല്ല, മറിച്ച് അവരോട് നിങ്ങൾ ധൈര്യമായിരിക്കുക, യേശു നിങ്ങളെ സഹായിക്കും എന്ന് പറയുന്ന ആശ്വാസത്തിൻ്റെ മനുഷ്യരാകാനാണ്, അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന മനുഷ്യരാകാനാണ്. ഈ ആദ്യത്തെ ഗണം പ്രതീക്ഷ നശിപ്പിക്കുന്നവരാണ്. മിണ്ടരുത്, ക്രിസ്തു കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ ജീവിതത്തിലെ വിശ്വാസത്തെ തന്നെ നശിപ്പിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ആകാതെ അവരുടെ ഉള്ളിലെ ചെറിയ വിശ്വാസത്തെ ഊതി വലുതാക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണം. അത് രണ്ടാമത് വളരെ മനോഹരമായി കാണുന്നുണ്ട്. യേശുനാഥൻ അവനെ വിളിക്കാൻ മാത്രം ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത്, നീ ധൈര്യമായിരിക്കും, യേശു തന്നെ വിളിക്കുന്നു എന്നൊക്കെയാണ്. നീ സങ്കടപ്പെടരുത്, നീ ഒറ്റയ്ക്കല്ല, ഈ ധൈര്യമായിരിക്കും എന്ന് പറഞ്ഞാൽ കൂട്ടിനാരൊക്കെ ഉണ്ട് എന്നുള്ള ബോധ്യമാണ്. അവർ കൂട്ടു നിൽക്കുന്ന മനുഷ്യരായി മാറുകയാണ്. ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ നമ്മളും പ്രാർത്ഥിക്കേണ്ടത് അതിനാണ്. എൻ്റെ ചുറ്റുമുള്ള മനുഷ്യർക്ക് യേശുവിന് ആവശ്യമുണ്ടെങ്കിൽ അവനെ കൊടുക്കാൻ, അവൻ്റെ അടുക്കിലേക്ക് ഇവരെത്തിയാൻ സഹായിക്കുന്ന മനുഷ്യരായി മാറാൻ നമുക്ക് കഴിയണം. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.